friends, welcome to G Focus. This is Giran. ഇന്ന് നമ്മളോട് നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐപാഡ് പ്രോ 2021 വേർഷൻ ആണ്. അതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഡീപ്പായിട്ടൊന്ന് നോക്കാം. അതുപോലെ തന്നെ അതിന്റെ ചെറിയൊരു റിവ്യൂ ഉണ്ട്. ആപ്പിൾ നല്ല അമേസിംഗ് ഫീച്ചേഴ്സുമായിട്ട് ഇറക്കിയ ഈ കിടിലൻ ഐപാഡ് പ്രോയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കുക. ആദ്യമായിട്ട് ആപ്പിൾ ഐപാഡ് പ്രോ 2021 വേർഷന്റെ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ കാണും. അതായത് വാറണ്ടി കാർഡും അങ്ങനെയുള്ള യൂസർ മാനുവൽസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പോകുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഐപാഡ് ഉണ്ടാവും. അതിനുശേഷം അതിനുള്ളിൽ 1 മീറ്റർ C2C കേബിളാണ്. അത് തന്നെയാണ് നമ്മൾ ഡേറ്റ കേബിളായിട്ടും ചാർജിങ് കേബിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. മുമ്പ് നമ്മുടെ ഐഫോൺ 12 വേർഷനിലെല്ലാം ചാർജിങ് അഡാപ്റ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ചാർജിങ് അഡാപ്റ്റർ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇതിലൊരു സിം റിമൂവിംഗ് കീ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു 5G എനേബിൾഡ് ഐപാഡ് ആണ്. അതിനുശേഷം ഇതിന്റെ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്ജ് എല്ലാം നല്ല ഷാർപ്പായിട്ട് സൈഡെല്ലാം റൗണ്ട് ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്. ഒരുപാട് തിക്നെസ് കുറച്ച് നല്ല വെയിറ്റ്ലെസ് ആയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐപാഡ് പ്രോ 11 ഇഞ്ചിന്റെ ഡയമെൻഷൻ 247.6 mm ഇഞ്ചസ് ആണ് ഇതിന്റെ ലെങ്ത് ഉള്ളത്. അതുപോലെ തന്നെ 178.5 mm ആണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5.9 mm ആണ്. എന്നാൽ ഐപാഡ് പ്രോ 12.9 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 280.6 mm അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 214.9 mm അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 6.4 mm ആണ്. അതിനുശേഷം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വശം ഫുള്ള് ചെയ്തിരിക്കുന്നത് നല്ല ക്ലിയർ ഗ്ലാസ്സിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ അലൂമിനിയം ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ 2 കളർ വേരിയന്റ് ആണ് വരുന്നത്. ഒന്ന് സിൽവറും ഒന്ന് സ്പേസ് ഗ്രേയിലുമാണ് വരുന്നത്. ഐപാഡ് 11 ഇഞ്ച് പ്രോയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 470 grams ആണ് വരുന്നത്. അതുപോലെ തന്നെ ഐപാഡ് പ്രോ 12.9 ഇഞ്ചിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 684 grams ആണ്. ഇതിപ്പോൾ നമ്മൾ ഐപാഡ് പ്രോ 2020 വേർഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഇതിന്റെ വെയിറ്റ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഒരു ബുക്കിന്റെ കൂട്ട് നമ്മൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഐപാഡാണ്. പഴയത് നമ്മൾ നോക്കിയാൽ ഇതിൽ സൈസിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. ഐപാഡ് വേർഷൻ 2020 പവർചേക്ക് ഇട്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ, അതായത് അതിന്റെ കൂടെ തന്നെയുള്ള കീബോർഡും എല്ലാം ചേർത്ത് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ ഏകദേശം 1 കിലോയോളം ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. എന്നാൽ ഐപാഡ് പ്രോ 2021 വേർഷൻ വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് കൊണ്ടു നടക്കാൻ വളരെ കൺവീനിയന്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് ഐപാഡ് പ്രോ 2021 എന്തൊക്കെ ബട്ടൺസും എന്തൊക്കെ പോർട്സ് ആണുള്ളതെന്ന് നോക്കാം. വളരെ തിന്നായിട്ടുള്ള ഡിസൈനിൽ അവർ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഐപാഡിൽ ഒരു സ്പീക്കറായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2 സ്പീക്കർ വന്നു. ഇപ്പോൾ ഇതാ 4 സ്പീക്കർ ഓഡിയോ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സൈഡിലായിട്ട് 3 മൈക്രോഫോൺസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടോപ്പ് സൈഡിൽ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും ഒരു മൈക്രോഫോൺ ഉണ്ട്. അതിനുശേഷം ബോട്ടം സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് കണക്ടർ ഉണ്ട്. അതിനുശേഷം ഒരു നാനോ സിം ട്രേ ഉണ്ട്. ഇതിന്റെ ബോട്ടം സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തണ്ടർബോൾട്ട് പോർട്ട് ഉണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഒരു C ടൈപ്പ് USB കേബിൾ ആണ്. 2 സൈഡിലും C ടൈപ്പ് USB കേബിൾ ആണ്. ചാർജറിലും കണക്ട് ചെയ്യുന്നത് C ടൈപ്പ് പോർട്ട് തന്നെയാണ്. മാഗ്നറ്റിക് കണക്ടർ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ആപ്പിൾ പെൻസിലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐപാഡ് പ്രോ 11 ഇഞ്ചിനും ഐപാഡ് പ്രോ 12.9 ഇഞ്ചിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്നാൽ കോമൺലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ്. അതായത് 120 Hz റിഫ്രഷ് റേറ്റ് തരുന്ന ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ ഔട്ട്പുട്ട് തരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ആപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അതിന്റെ എക്സ്പീരിയൻസ് നല്ലതുപോലെ അറിയാം. പക്ഷേ എന്നാലും ഇത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ആപ്പിൾ M1 ചിപ്പാണ്. ആപ്പിൾ M1 ചിപ്പ് എന്ന് പറയുമ്പോൾ ഗെയിമേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഇത്. ഒരു ലാഗും കൂടാതെ നല്ല സ്പീഡിൽ നല്ല ഹൈ ഗ്രാഫിക്സോട് കൂടിയ ഗെയിമുകൾ ഇതിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗെയിമുകൾ ഇതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പറയുമ്പോൾ മറ്റുള്ള സോഫ്റ്റ്വെയറുകളുടെ കാര്യം പറയേണ്ടതല്ലോ. ഈ പ്രോസർ എന്ന് പറയുന്നത് 8 കോർ CPU ആണ്. അതായത് ഒരു ലാപ്ടോപ്പിന് സമമായിട്ടുള്ള പ്രോസർ തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോസറിൽ 4 പെർഫോമൻസ് കോഴ്സും അതുപോലെ തന്നെ 4 എഫിഷ്യൻസി കോഴ്സും ആണുള്ളത്. അതിനുശേഷം ഇതിന്റെ GP എന്ന് പറയുന്നത് 8 കോഴ്സ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. 8 കോഴ്സ് എന്ന് പറയുമ്പോൾ ഗെയിംസ് എല്ലാം നല്ല കിടിലനായിട്ട് നല്ല ഫ്ലോയിൽ നമുക്ക് ഇതിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 3D ഡിസൈൻസ് ചെയ്യുന്നവർക്കും 3D മോഡൽസ് ചെയ്യുന്നവർക്കും എല്ലാം ഇത് ഒരുപാട് യൂസ് ആവും. കമ്പ്യൂട്ടറെല്ലാം മാറ്റി വെച്ച് ഐപാഡ് ഉപയോഗിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ വരും. ഇപ്പോൾ എല്ലാവരും ഐപാഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇത് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ്. ഐപാഡ് പ്രോ 2021 വരുന്നത് 2 ടൈപ്പ് റാമുകളുമായിട്ടാണ്. ഒന്ന് 8GB ഒന്ന് 16GB. അപ്പോൾ അതിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം.
8GB റാം മോഡൽസിൽ വരുന്നത് 128GB, 256GB അല്ലെങ്കിൽ 512GB സ്റ്റോറേജുകളാണ്. എന്നാൽ 16GB റാം ഉള്ള മോഡലിൽ വരുന്നത് 1TB സ്റ്റോറേജും 2TB സ്റ്റോറേജും ഉള്ള രണ്ട് ഡിഫറൻറ്റ് വേരിയന്റുകളായിട്ടാണ്. ഞാൻ എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത് 16GBയുടെ മോഡൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് 1TBയും 2TB ഉണ്ട്. നിങ്ങൾക്ക് അതൊരു ഓപ്ഷനായിട്ട് മാത്രം തിരഞ്ഞെടുക്കാം. മറ്റേത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് റാമിന്റെ സൈസും കുറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജും കുറയുന്നുണ്ട്. അതിനുശേഷം പറയാനുള്ളത് ഇതിന്റെ ബാറ്ററിയെ കുറിച്ചാണ്. ബാറ്ററി എന്ന് പറയുന്നത് 28.65 വാട്ട് അവർ ആണ്. അതായത് ഒരു ലാപ്ടോപ്പിന് സമാനമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഒരുപാട് നേരം ചാർജ് നിൽക്കുമെന്ന് ഒരു സംശയമില്ല. ഇതെന്തായാലും 10 അവേഴ്സിൽ കൂടുതൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് തരുമെന്ന് ഉറപ്പാണ്. അതിനുശേഷം പറയാനുള്ളത് ഇതിന്റെ വോയിസിനെ കുറിച്ചാണ്. ഇതിന്റെ വോയിസ് എന്ന് പറയുന്നത് സാധാരണ മുമ്പുണ്ടായിരുന്ന ഐപാഡിന്റെ വോയിസിനെ പോലെ തന്നെയാണ്. പക്ഷെ എന്നാലും കുറെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ വോയിസ് വേർഷൻ എന്ന് പറയുന്നത് ഐപാഡ് OS 14.6 ആണ്. പെർഫോമൻസ് വോയിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് എല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് ഇതിൽ നടക്കും. അതുപോലെ തന്നെ ഹൈ എൻഡ് ഗെയിമുകളെല്ലാം ഇതിൽ നല്ല സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അത് ഇതിന്റെ ലിക്വിഡ് ഫ്ലോ തന്നെയാണ്. ഗെയിമേഴ്സിനും 3D ഡിസൈനും 3D മോഡലിംഗ് എല്ലാം ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു വർക്ക് സ്റ്റേഷൻ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തണ്ടർബോൾട്ട് ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. തണ്ടർബോൾട്ട് ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ വയർലെസ് കീബോർഡായിട്ടും വയർലെസ് മൗസുമായിട്ടും അതുപോലെ തന്നെ വയർലെസ് ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇതിന്റെ മൾട്ടിമീഡിയ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ ലൗഡായിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം തന്നെയാണ് ഇതിലുള്ളത്. ഇതിന്റെ സ്പീക്കേഴ്സ് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, മുകളിൽ 4 സ്പീക്കർ, താഴെ 4 സ്പീക്കർ, അങ്ങനെ കിഡ്ലൻ സൗണ്ടാണ് ഇതിന് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പിക്ചർ ക്ലാരിറ്റി എല്ലാം നല്ല ക്ലിയർ റെറ്റിന ഡിസ്പ്ലേയിലൂടെ നമുക്ക് ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേയിലൂടെ നമുക്ക് നല്ല ക്ലിയർ പിക്ചറാണ് കിട്ടുന്നത്. ഫോട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കാര്യം പറയണ്ടല്ലോ, നല്ല ക്ലിയർ വീഡിയോസ്, അതായത് സാധാരണ നമ്മൾ മറ്റുള്ള ഡിവൈസിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് ക്ലാരിറ്റി ഇതിലുണ്ടാവുമെന്ന് തീർച്ചയാണ്. അതിനുശേഷം ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്യാമറ ബാക്ക് സൈഡിൽ 2 ക്യാമറയും ഫ്രണ്ട് സൈഡിൽ ഒരു ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് ഉള്ളത്. അതിനുശേഷം ബാക്ക് സൈഡിൽ 2 ക്യാമറകളെ കുറിച്ച് നോക്കാം. ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിന്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് f1.8 ആണ്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിന്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് f2.4 ആണ്. രണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജസ് തരുന്ന നല്ല ക്ലിയർ പിക്ചർ തരുന്ന ലെൻസുകളാണ് അതിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആപ്പിളിന്റെ ക്യാമറയെ കുറിച്ച് ആപ്പിൾ യൂസേഴ്സിൽ നിന്ന് പറഞ്ഞേണ്ട ആവശ്യമില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പറയാം, നല്ല കിഡിലൻ ഫോട്ടോസ് നമുക്ക് ഇതിലൂടെ എടുക്കാൻ സാധിക്കും, അത് ഷുവർ ആണ്. ഈ 2 ക്യാമറകളുടെ കൂടെ തന്നെ ഒരു AI സെൻസർ ഉണ്ട്. AI സെൻസർ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്ട്സ് എല്ലാം മെഷർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇതിന്റെ ഫ്രണ്ട് ക്യാമറ, ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും 12 മെഗാ തന്നെയാണ്. ഈ ഫ്രണ്ട് ക്യാമറ നമുക്ക് വീഡിയോ കോൺഫറൻസിന് വേണ്ടി വീഡിയോ കോൾസ് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ WiFi വേർഷൻ 6 ആണ്. ഡിസ്കണക്ട് ആവാതെ തന്നെ നല്ല കണക്ടിവിറ്റി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ ബ്ലൂടൂത്ത് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. ഇത് നമുക്ക് നല്ല ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ലാഗും വരാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് മാറിയായാലും നല്ല ക്ലാരിറ്റിയിൽ സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഫീച്ചറാണ് 5G ആണിത്. 5G ആയതുകൊണ്ട് നമുക്ക് സിം കാർഡ് ഇൻസേർട്ട് ചെയ്ത് കോൾ ചെയ്യാം. അതുപോലെ തന്നെ സെല്ലുലാർ ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. മൊത്തത്തിൽ iPad Pro 2021 വേർഷനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോബാക്സും പറയാനില്ല. അതുപോലെ തന്നെ ഐപാഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിലില്ലാത്തതൊന്നുമില്ല. നല്ല ക്ലാരിറ്റി, നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും നല്ല മൾട്ടിമീഡിയ ഫീച്ചേഴ്സും ഉള്ള ഒരു ഐപാഡാണിത്. നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ പൈസ നഷ്ടമായെന്ന് ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് വാങ്ങണമെന്ന് തോന്നിയാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ആമസോൺ ലിങ്ക് ഉണ്ട്, അതുവഴി വാങ്ങുക. അതുവഴി വാങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് തന്നെ ഇത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും iPad Pro 2021 വേർഷൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരുപാട് ഗാഡ്ജറ്റ്സിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.